ഏവർക്കും ഡോക്ടർ ലൈനിലേക്ക് സ്വാഗതം. മിഷൻ LDC 2024 ഡേ 13 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ PSC എക്സാമിന് ഈ അടുത്തിടയ്ക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന് വന്നൊരു ചോദ്യവും വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് അതിന് അനുബന്ധ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റിലേക്ക് ഞാൻ കടക്കുകയാണ്. ചോദ്യം ഇതാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ കെമിസ്ട്രിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആധുനിക അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: JJ തോംസൺ, ജോൺ ഡാൾട്ടൺ, നീൽസ് ബോർ, ഏണസ്റ്റ് റുദർഫോർഡ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഉത്തരം കിട്ടിയവരെ മനസ്സിലൊന്ന് കരുതി വെക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് പോരുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തതിലേക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയിട്ട് വരുന്നത് അവസാനം നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് കടന്നു വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞങ്ങളെ ആറ്റവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണ്. ഈ ആറ്റം എന്ന പദം ഉത്ഭവിച്ചതെന്ന് പറയുന്നത് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഏത് പദം ഉണ്ടാകുന്നത്? ആറ്റം എന്ന പദം വന്നിരിക്കുന്നത്. ആറ്റമോസ് എന്ന പദത്തിന്റെ മീനിങ് മറ്റൊന്നുമല്ല, ഇൻഡിവിസിബിൾ അഥവാ വിഭജിക്കാൻ പറ്റാത്തത് എന്ന അർത്ഥം വരുന്ന ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ഏത് പദം ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്? ആറ്റം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ആറ്റത്തെ കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടെത്തിയത് ആരാന്നാ പറഞ്ഞത്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആറ്റം എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ആറ്റമോസ് എന്ന വിഭജിക്കാൻ പറ്റാത്തതെന്ന അർത്ഥം വരുന്ന ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ആറ്റത്തെ കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. എന്നാൽ ആറ്റം എന്ന പദം, ആറ്റം എന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത്, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഓർത്തു വെക്കുക, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടണും, എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. ഓസ്റ്റ്വാൾഡ് എന്ന പേര് പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഓർത്തു വെക്കണം മറ്റൊരു കാര്യം കൂടെ നമുക്ക് പഠിക്കാം. ഓസ്റ്റ്വാൾഡ് പ്രോസസ്, ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. അപ്പോൾ ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ അറിയാവുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ, ഒന്ന് കമന്റ് ചെയ്തേക്കുക. അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഓസ്റ്റ്വാൾഡ് പ്രക്രിയ ഓർത്തു വെച്ചോണം. അപ്പോൾ നിങ്ങളോടുള്ള ഇന്നത്തെ ചോദ്യമാണ്, ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്തിന്റെ അല്ലെങ്കിൽ എന്തിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്നറിയപ്പെടുന്നത്? അപ്പോൾ ഓർത്തിരിക്കുക, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരെന്നാ പറഞ്ഞത്? ഓസ്റ്റ്വാൾഡ്. എന്നാൽ ആറ്റത്തെ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ജോൺ ഡാൾട്ടൺ. ഈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സും പ്രീവിയസ് ആണ് കേട്ടോ. അത് ഇന്ന് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ആറ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മുടെ SCERT എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. SCERT ഉള്ള ജോൺ ഡാൾട്ടണുമായി ബന്ധപ്പെട്ട് SCERT ഫാക്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അസുഖത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിറങ്ങൾ തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് കഴിവില്ലായിരുന്നു. നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര്, അല്ലെങ്കിൽ നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാത്ത അസുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ അസുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡാൾട്ടണിസം എന്ന് പറയും. ഡാൾട്ടണിസം ഓർത്തിരിക്കുക. ഡാൾട്ടണിസം എന്ന് പറയുന്ന ആ പേര് വന്നത് എങ്ങനെയാണ്? ജോൺ ഡാൾട്ടണിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പം ഡാൾട്ടണിസം അസുഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ചതെന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്തതിലേക്ക് കടക്കുന്നു. അദ്ദേഹം അവതരിപ്പിച്ച അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്ന എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. ഇതും SCERT തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന അറ്റോമിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, പുതിയ ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. ഇനി രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കുവാൻ കഴിയില്ല. അതുപോലെ തന്നെ ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഓർത്തിരിക്കുക, രാസപ്രവർത്തന വേളയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറ്റത്തെ വിഭജിക്കുവാൻ കഴിയില്ല, ആറ്റത്തെ നിർമ്മിക്കുവാൻ കഴിയില്ല, ആറ്റത്തെ നശിപ്പിക്കുവാൻ കഴിയില്ല. ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ്, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഇത്ര ഓർത്താൽ മതി.
ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം, ഒരച്ഛൻ്റെ മക്കളെല്ലാം ഒരുപോലെ ഓർത്താൽ മതി, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും വ്യത്യസ്ത മാസും ഉള്ളവയായിരിക്കും. അടുത്ത പോയിന്റ് ഇതാണ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, ആറ്റം. ഇനി രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് എന്തുണ്ടാകുന്നത്, സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിക്കുമ്പോൾ ലഭിക്കുന്നവയാണ് എന്ത്, മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. SCERT ഫാക്റ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിനകത്ത് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനൊക്കെ സാധ്യതയുള്ളതാണ് കേട്ടോ. അറ്റോമിക് സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തതിലേക്ക് കടക്കുന്നു. ഇനി ഒരു ആറ്റത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരു ആറ്റത്തിൽ 3 അടിസ്ഥാന കണങ്ങളാണ് പിള്ളേരെ ഉള്ളത്. 3 അടിസ്ഥാന കണങ്ങളാണ് ഒരു ആറ്റത്തിലുള്ളത്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിങ്ങനെ 3 അടിസ്ഥാന കണങ്ങളാണ് ഒരു ആറ്റത്തിലുള്ളത്. ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് പ്രോട്ടോണിനെ കുറിച്ച് നോക്കാം. പ്രോട്ടോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ആരാണ്? റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. എന്ത് കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ കണ്ടുപിടിച്ച്. ഓർത്തിരിക്കുക, പ്രോട്ടോണും ന്യൂക്ലിയസും, ആറ്റത്തിന്റെ ന്യൂക്ലിയസും പ്രോട്ടോണും കണ്ടുപിടിച്ചത് ആര് തന്നെയാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓർത്തിരിക്കുക, റുദർഫോർഡ് എന്ത് കണ്ടുപിടിച്ചു? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. അതുപോലെ തന്നെ പ്രോട്ടോൺ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ പ്രോട്ടോണിന് നൽകിയിരിക്കുന്ന ചില വിശേഷണങ്ങളാണ് മൂലകത്തിന്റെ ID കാർഡ്, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ്. ഒരു എലമെന്റിന്റെ ID കാർഡ് അഥവാ ഫിംഗർ പ്രിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് കണികയാണ്? പ്രോട്ടോണുകളാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രോട്ടോണുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന്റെ ചാർജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, പോസിറ്റീവ് ചാർജുള്ള സബാറ്റോമിക് കണികയാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. മൂലകങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന സബാറ്റോമിക് കണികയാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ മാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റി വായിക്കും കേട്ടോ. 1.672 into 10⁻⁻27 കിലോഗ്രാം ആണ്. മാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്. LDQ ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. പ്രോട്ടോണിന്റെ മാസ്, 3ന്റെയും മാസ് പഠിച്ചു വെക്കണം. അതിലേത് ചോദിക്കുമോ നമുക്ക് പറയാൻ പറ്റില്ല. 3ന്റെയും മാസ് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്, ഇനിയും വരുന്നതാണ്. അപ്പോൾ പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.672 into 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് അടുക്കാം. അടുത്ത സബാറ്റോമിക് കണിക എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. നെഗറ്റീവ് ചാർജ് ഉള്ള കണികയാണ് ആരെന്ന് പറയുന്നത്? നെഗറ്റീവ് ചാർജ് ഉള്ള സബാറ്റോമിക് കണമാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് JJ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? JJ തോംസൺ ആണ് ഇലക്ട്രോണുകൾ കണ്ടുപിടിച്ചത്. ഭാരം ഏറ്റവും കുറഞ്ഞ സബാറ്റോമിക് കണിക, സബാറ്റോമിക് കണികയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന കണിക എന്നറിയപ്പെടുന്നതും ആരാണ്? ഇലക്ട്രോണുകളാണ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് എന്ന് പറയും. ഓർത്തിരിക്കുക, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ്. സഞ്ചരിക്കുന്ന കണിക എന്നറിയപ്പെടുന്ന ആരാണ്? ഇലക്ട്രോണുകളാണ്. അതുപോലെ തന്നെ ഭാരം ഏറ്റവും കുറഞ്ഞ ലൈറ്റസ്റ്റ് സബാറ്റോമിക് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഇലക്ട്രോൺസ് ആണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണുകളുടെ ചാർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ചാർജ് ആണ്. ചാർജിന്റെ മൂല്യം എന്ന് പറയുന്നത് 1.6 into 10⁻⁻19 കൂളോം ആണ് ഇലക്ട്രോൺസിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10⁻⁻19 കൂളോം ആണ്. ഇനി ഈ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത്
മില്ലിക്കനാണ് കേട്ടോ. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയതെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇലക്ട്രോണുകളുടെ ചാർജ് ആദ്യമായി നിർണ്ണയിച്ചതെന്ന് പറയുന്നത് മില്ലിക്കനാണ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ഒക്കെ നമുക്ക് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് വരാം. ന്യൂട്രോൺ ആണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. അടുത്ത സബാറ്റോമിക് കണിക എന്ന് പറയുന്നത് ആരാണ്? ന്യൂട്രോൺസ് ആണ്. ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല. ന്യൂട്രോണുകളെ കണ്ടെത്തി എന്ന് പറയുന്നത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോണുകളെ കണ്ടെത്തിയത്. ഈ 3 പേരുടെയും പേര് പഠിച്ചു വെക്കണം. റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.674 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. എന്നാൽ ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.674 ഇൻറ്റു 10⁻⁻27 ആണ്. ഇലക്ട്രോണിന്റെ മാസ് എത്രയാ പിള്ളേരെ? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. 3ന്റെയും മാസ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 3 മാസം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മാസ് ഏറ്റവും കൂടിയ കണിക, പിണ്ഡം ഏറ്റവും കൂടിയ, ഭാരം ഏറ്റവും കൂടിയ കണം എന്ന് പറയുന്നത്, ഭാരം ഏറ്റവും കൂടിയ സബാറ്റമിക കണം എന്ന് പറയുന്നത് ആരാണ്? ന്യൂട്രോണുകളാണ് ഭാരം ഏറ്റവും കൂടിയ സബാറ്റമിക കണം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഹെവിയസ്റ്റ് സബാറ്റമിക് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ന്യൂട്രോൺസും. എന്നാൽ ലൈറ്റസ്റ്റ് സബാറ്റമിക് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന ആരാണ്? ഇലക്ട്രോണുകളുമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും ഭാരം കുറഞ്ഞത് ഇലക്ട്രോണിനാണ്, ഭാരം ഏറ്റവും കൂടുതൽ ന്യൂട്രോണിനാണ്. ന്യൂട്രോൺ കഴിഞ്ഞാൽ ഭാരമുള്ള കണിക എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. അപ്പോൾ ഒരു ആറ്റത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക്, ഒരു ആറ്റത്തിന്റെ പിണ്ഡം, ഒരു ആറ്റത്തിന്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയായിരിക്കണം? ഈ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണോ ഇരിക്കുന്നത് അവിടെയായിരിക്കണം. ശരിയല്ലേ? കാരണം പ്രോട്ടോണിനും ന്യൂട്രോണിനുമാണ് മാസ് കൂടുതൽ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോണും ന്യൂട്രോണും എവിടെ ഇരിക്കുന്നോ അവിടെയായിരിക്കണം ഒരു ആറ്റത്തിന്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ്? ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ കോറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. അപ്പോൾ ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിലാണ് ആര് കാണപ്പെടുന്നത്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അവിടുന്ന് മനസ്സിലാക്കുക, ഒരു ആറ്റത്തിന്റെ പിണ്ഡം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഒരു ആറ്റത്തിന്റെ പിണ്ഡത്തിന്റെ 95% എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അതിന്റെ ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. ഇനി ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ സബാറ്റമിക കണികകളുടെ സവിശേഷതയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. SCERT ഫാക്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ സവിശേഷതകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ആ ടേബിളിനകത്തൊക്കെ വന്നിരിക്കുന്ന പലതും. ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു നെഗറ്റീവ് ചാർജ് ആണ് അല്ലേ? അതിന്റെ ചാർജിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. പ്രോട്ടോണിനെ കുറിച്ച് പറഞ്ഞു, പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ പിള്ളേരെ, ന്യൂക്ലിയസിന് ചാർജ് ഉണ്ടോ? ന്യൂക്ലിയസിന് ചാർജ് ഉണ്ടോ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ന്യൂക്ലിയസിന് ചാർജ് ഉണ്ടോ, ആറ്റത്തിന് ചാർജ് ഉണ്ടോ? 2 കാര്യങ്ങളാണ്. ആറ്റം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയാറുണ്ട് വൈദ്യുതപരമായി ന്യൂട്രൽ ആണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് ആരെന്ന് പറയുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത്. എന്നാൽ ന്യൂക്ലിയസിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ന്യൂക്ലിയസിന് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണെന്ന്, അല്ലെങ്കിൽ എന്ത് ചാർജാണ് ന്യൂക്ലിയസിന് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് ആരൊക്കെയാന്ന് നോക്കിക്കേ, പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ ഉള്ള ആൾ ആരാണ്? ന്യൂട്രോൺ ആണ്, അവന് ചാർജ് ഇല്ല. അപ്പൊ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിലുള്ള കണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം പിള്ളേരെ? പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ് ന്യൂക്ലിയസിന്. എന്നാൽ ചാർജ് ഇല്ലാത്ത ആളാണ് ന്യൂട്രോൺ. ആറ്റം എന്ന് പറയുന്നത് വൈദ്യുതപരമായി എന്താണ്? ന്യൂട്രൽ ആണ്. ഇനി മാസിനെ കുറിച്ച്, ഇലക്ട്രോണിന്റെ മാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ്. മാസ് ഏറ്റവും കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. അതിനേക്കാൾ മാസ് കൂടിയ കണമാണ് പ്രോട്ടോൺ. മാസ് ഏറ്റവും കൂടിയ കണമാണ് ആര്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോണിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കുക, ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. അതുപോലെ തന്നെ
അപ്രോക്സിമേറ്റ്ലി പ്രോട്ടോണും ന്യൂട്രോണും അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഈക്വൽ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. 1.672 ഇൻറ്റു 1.674 അല്ലേ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് മാസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോണിന്റെ മാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ടോ? ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമാണ് ആറ് മാസിന് ഈക്വൽ എന്ന് പറയുന്നത്, ഇലക്ട്രോൺസിന്റെ മാസിന് ഈക്വൽ ആകുന്നത്. ഇനി അതുപോലെ തന്നെ അതിന്റെ പൊസിഷനാണ് ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് പുറത്തായി ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കണമാണ് ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് എന്ന് പറഞ്ഞു. പ്രോട്ടോൺ എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ന്യൂട്രോൺ എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ സവിശേഷതകളായിട്ട് നമ്മുടെ SCRT ഒരു ബോക്സ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവർ മൂന്നും അല്ലാതെ, ഈ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, ഇവർ മൂന്ന് പേരും അല്ലാതെ ആറ്റത്തിൽ മറ്റു ചില കണികകളും കൂടെ കാണപ്പെടാറുണ്ട്. ആറ്റത്തിലെ മൗലിക കണങ്ങളായ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയ്ക്ക് പുറമെ മറ്റു ചില സൂക്ഷ്മ കണങ്ങൾ കൂടി ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഉണ്ട്. അങ്ങനെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മറ്റ് സൂക്ഷ്മ കണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. മെയ്സോണുകൾ, ന്യൂട്രിനോകൾ, ആന്റി ന്യൂട്രിനോകൾ, പോസിട്രോൺ എന്നിവയാണ്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവ കൂടാതെ ആറ്റത്തിൽ കാണപ്പെടുന്ന മറ്റു മൗലിക കണങ്ങളാണ് ആരൊക്കെ? മീസോൺസ്, ന്യൂട്രിനോസ്, ആന്റി ന്യൂട്രിനോസ്, പോസിട്രോൺസ്. അതിൽ പോസിട്രോണിനെ കുറിച്ചൊന്ന് പഠിച്ചു വെച്ചോണം. പോസിട്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. രണ്ട് പദങ്ങൾ കൂടി ചേർന്നാണ് ആ ടേം ഉണ്ടായിരിക്കുന്നത്. പോസിട്രോൺ, പോസിറ്റീവ് ഇലക്ട്രോൺ, ഈ രണ്ട് പദങ്ങൾ ലോപിച്ചാണ് പോസിട്രോൺ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അറിയപ്പെടുന്ന പേരാണ് പോസിട്രോൺ എന്ന് പറയും. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ അതേ പിണ്ഡവും ഓപ്പോസിറ്റ് ചാർജും എന്ന് മനസ്സിലാക്കുക. ഇലക്ട്രോണിന്റെ അതേ പിണ്ഡവും ഓപ്പോസിറ്റ് ചാർജുമുള്ള കണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോസിട്രോണുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് പോസിട്രോൺസ് എന്ന് പറയും. അപ്പോൾ അവിടുന്ന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോണുകളുടെ ആന്റി പാർട്ടിക്കിൾ ഏതെന്ന് ചോദിക്കും. ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ അറിയപ്പെടുന്ന പേരാണെന്ത്? പോസിട്രോൺ എന്ന് പറയാം. ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ അറിയപ്പെടുന്ന പേരാണെന്ത്? പോസിട്രോൺ. അപ്പം ആറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഒന്ന് കണ്ടിട്ട് മനസ്സിലായെങ്കിൽ വീണ്ടും വീഡിയോ റിപ്പീറ്റായി കണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി പോവുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഈ ആറ്റം എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനം എല്ലാവരും നേടിയെടുക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്